Good morning students, welcome to the video. Okay. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് RMS വാല്യൂ ആണ്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. R എന്ന് പറഞ്ഞാൽ റൂട്ട്, M എന്ന് പറഞ്ഞാൽ മെയിൻ, S എന്ന് പറഞ്ഞാൽ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്താണെന്ന് അറിയണം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ KCB ന്ന് കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ടാണ്. ഈ 230 വോൾട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? 230 വോൾട്ട് 50 ഹെർട്സ് ആണ് നമ്മുടെ വീട്ടിലെ കിട്ടുന്ന വോൾട്ടേജ്. 50 ഹെർട്സ് ഫ്രീക്വൻസിയാണ്. ഈ 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി AC-യുടെ ഇഫക്റ്റീവ് വാല്യൂ ആണ്. ഓക്കെ, AC-യുടെ ഇഫക്റ്റീവ് വാല്യൂ ആണ്. ഇഫക്റ്റീവ് വാല്യൂ. അപ്പോൾ AC-യുടെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയാൻ കാരണം എന്ത്? AC-യുടെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയാൻ കാരണം എന്ത്? AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സൈനുസോയിഡൽ വേവ് കൊണ്ടാണ്. എപ്പോഴും AC ക്വാണ്ടിറ്റി വേരിയിങ് ആണ്. AC ക്വാണ്ടിറ്റി വേരിയിങ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിന്റെ ഒരു ഇഫക്റ്റീവ് വാല്യൂ പറയണം. ഓക്കെ, കാരണം വോൾട്ടേജ് ഇങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ ആ വോൾട്ടേജിന്റെ ഒരു ഇഫക്റ്റീവ് വാല്യൂ പറയണം. അതെങ്ങനെ പറയും? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് വാല്യൂ ആണ്. ഇഫക്റ്റീവ് വാല്യൂ ആണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് വാല്യൂ ആണ്. ഇനി AC എന്ന് പറയുന്നത് വേരിയിങ് ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ പറയണമെങ്കിൽ അതിന്റെ DC ഇക്വലന്റ് എടുക്കണം. DC ഇക്വലന്റ് എടുക്കണം. അപ്പോൾ വേരിയിങ് ക്വാണ്ടിറ്റിയുടെ ഇഫക്റ്റീവ് വാല്യൂ പറയണമെങ്കിൽ അതിന്റെ DC ഇക്വലന്റ് എടുക്കണം. കാരണം DC എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമ്മൾ DC വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ്. കാരണം DC വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. AC ആണെങ്കിലോ വേരിയിങ് ആണ്, കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കൊരു ഫിക്സഡ് വാല്യൂ പറയാൻ പറ്റത്തില്ല. ഫിക്സഡ് വാല്യൂ പറയണമെങ്കിൽ ഈ വേരിയിങ് ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ് എടുക്കണം. അപ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഇഫക്റ്റീവ് വാല്യൂ പറയണമെങ്കിൽ ഈ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന AC-യുടെ DC ഇക്വലന്റ് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഇഫക്റ്റീവ് വാല്യൂ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ RMS വാല്യൂ എന്ന് പറയുന്നത് AC-യുടെ DC ഇക്വലന്റ് ആണ്. AC-യുടെ DC ഇക്വലന്റ് ആണ്. ഞാൻ 2 പോയിന്റ് ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, 2 പോയിന്റ് എന്താണ് പറയുന്നത്? RMS വാല്യൂ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് വാല്യൂ ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഇഫക്റ്റീവ് വാല്യൂ എടുക്കണമെങ്കിൽ AC-യുടെ DC ഇക്വലന്റ് കാണണം. അപ്പോൾ RMS വാല്യൂ എന്ന് പറയുന്നത് AC-യുടെ DC ഇക്വലന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അത് ഇഫക്റ്റീവ് വാല്യൂ ആണ്. രണ്ടാമത്തെ പോയിന്റ് AC-യുടെ DC ഇക്വലന്റ് വാല്യൂ ആണ്. ഇത്രയും നമുക്ക് അറിയാമെങ്കിൽ നമുക്കിനി ഡെഫിനിഷനിലേക്ക് പോകാം. നോക്കുക, ഡെഫിനിഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മളിവിടെ ചെറിയ കാര്യം പഠിക്കണം. ഇവിടെ ഒരു AC സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു AC സോഴ്സ് ആണ്. ഈ AC സോഴ്സിൽ നിന്ന് ഒരു കറണ്ട് റെസിസ്റ്റർ വഴി ഒഴുകുന്നു. ഓക്കെ, ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഈ AC സോഴ്സിൽ നിന്നുള്ള കറണ്ട് റെസിസ്റ്റർ വഴി ഒഴുകുന്നു.
അപ്പോൾ ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അറിയാം. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അപ്പോൾ ഈ കറണ്ട് റെസിസ്റ്റർ വഴി ഒഴുകുമ്പോൾ അവിടെ പവർ ഡിസിപ്പേഷൻ നടക്കുകയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നും മാത്രം ഓർത്തിരുന്നാൽ മതി. കറണ്ട് റെസിസ്റ്റർ വഴി ഒഴുകുമ്പോൾ പവർ ഡിസിപ്പേഷൻ നടക്കുന്നു, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു AC സോഴ്സിൽ നിന്ന് ഒരു കറണ്ട് റെസിസ്റ്റർ വഴി 2 മിനിറ്റ് നേരം AC സോഴ്സിൽ നിന്ന് ഒരു കറണ്ട് 2 മിനിറ്റ് നേരം ഈ റെസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഞാനിതിനെ ഒരു DC സോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ DC സോഴ്സിൽ നിന്നൊരു കറണ്ട് റെസിസ്റ്റർ വഴി 2 മിനിറ്റ് നേരത്തേക്ക് ഒഴുകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 റെസിസ്റ്ററിലും കറണ്ട് ഫ്ലോ ചെയ്തത് ഒരേ സമയമാണ് 2 മിനിറ്റ്. ഓക്കെ, ഇനി ഈ DC സോഴ്സിൽ നിന്നൊരു കറണ്ട് ഈ റെസിസ്റ്റർ വഴി ഒഴുകുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, റെസിസ്റ്ററിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒഴുകിയ സമയം തുല്യമാണ്. 2 റെസിസ്റ്ററിലൂടെയും കറണ്ട് ഒഴുകിയ സമയം തുല്യമാണ്. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും കാതലായ പോയിന്റ്, ഈ റെസിസ്റ്ററിലും കറണ്ട് ഒഴുകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റും ഇവിടെ കറണ്ട് ഒഴുകിയപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റും സെയിം ഹീറ്റാണ്, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റാണ് എന്ന് സങ്കല്പിക്കുക. 2 റെസിസ്റ്ററിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റ് തുല്യമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ DC സോഴ്സിൽ നിന്ന് കറണ്ട് റെസിസ്റ്റർ വഴി ഒഴുകിയപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. AC സോഴ്സിൽ നിന്ന് കറണ്ട് റെസിസ്റ്റർ വഴി ഒഴുകിയപ്പോഴും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഒഴുകിയ സമയം സെയിം ആണ്, 2 മിനിറ്റ്. പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ DCയെ നമുക്ക് AC ഇക്വലന്റ് എന്ന് പറയാം. എന്ത് പറയാം? DCയെ എന്ത് ഇക്വലന്റ് എന്ന് പറയാം? AC ഇക്വലന്റ് എന്ന് പറയാം. DCയെ AC ഇക്വലന്റ് എന്ന് പറയാം. ഓക്കെ, ഈ DCയെ AC ഇക്വലന്റ് എന്ന് പറയാം. അപ്പോൾ RMS വാല്യൂ എന്ന് പറയുന്നത് ACയുടെ DC ഇക്വലന്റ് വാല്യൂ ആണ്. ACയുടെ DC ഇക്വലന്റ് വാല്യൂ ആണ്. കാരണം AC വാല്യൂ ചേഞ്ചിങ് ആണ്, വേരിയിങ് ആണ്. അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എടുക്കണമെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ വേണം. DC എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ACയുടെ DC ഇക്വലന്റ് ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ പരീക്ഷണം വെച്ചാണ് ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, 2 പോയിന്റ് പറഞ്ഞു. RMS വാല്യൂ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് വാല്യൂ ആണ്. ACയുടെ DC ഇക്വലന്റ് ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ACക്ക് തത്തുല്യമായ DC വാല്യൂ, ACയുടെ തത്തുല്യമായ DC വാല്യൂ ആണ് RMS വാല്യൂ. ഓക്കെ, ACക്ക് ഇക്വലന്റ് ആയ DC വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്: RMS value is expressed by that steady current. സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? DC ആണ് സ്റ്റഡി കറണ്ട് എന്ന് പറയുന്നത്. DCയെ നമ്മൾ സൂചിപ്പിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ്, നേർരേഖകൾ കൊണ്ടാണ്. സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ DC ആണ്, വേരിയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ AC ആണ്. അപ്പോൾ RMS value is expressed as the steady current. സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ DC കറണ്ട് which flowing through a given circuit for a given time
produces the same heat as produced by an AC current when flowing through the same circuit for the same time. അതായത് ഒരു AC കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു പ്രത്യേക സമയം ഒഴുകുമ്പോൾ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തോ അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ DC കറണ്ടിന്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. AC കറണ്ട് ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിൽ കൂടെ ഒരു പർട്ടിക്കുലർ ടൈം ഒഴുകുമ്പോൾ എന്തുമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ DC കറണ്ടിന്റെ ഇക്വലന്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. അതിന്റെ വേറൊരു പേരാണ് എഫക്റ്റീവ് വാല്യൂ. RMS വാല്യൂവിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ വോൾട്ടേജ് ആണെങ്കിൽ VRMS എന്നും കറണ്ട് ആണെങ്കിൽ IRMS എന്നും പറയും. വോൾട്ടേജ് ആണെങ്കിൽ VRMS എന്നും കറണ്ട് ആണെങ്കിൽ IRMS എന്നും പറയും. അപ്പോൾ RMS വാല്യൂവിന്റെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് ആണെങ്കിൽ VRMS എന്നും കറണ്ട് ആണെങ്കിൽ IRMS എന്നും പറയും. ഓക്കെ, അപ്പോൾ RMS വാല്യൂവിന്റെ ഡെഫിനിഷൻ പറയാൻ എളുപ്പമാണ്. ഈ കാര്യം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഒരു AC കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു പർട്ടിക്കുലർ ടൈം ഒഴുകുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ DC കറണ്ടിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് RMS വാല്യൂ is expressed by that DC current or steady current. DC current എന്ന് പറഞ്ഞാലും steady current എന്ന് പറഞ്ഞാലും ഒന്നാണ്. By that DC current when flowing through a given circuit for a given time which produces the same heat. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് സെയിം ആണ്. ഓക്കെ, as produced by an alternating quantity when flowing through the same circuit for the same time. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒഴുകുമ്പോൾ എന്തുമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ DC കറണ്ടിന്റെ ഇക്വലന്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. ഓക്കെ, RMS വാല്യൂവിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ആണ് VRMSഉം IRMSഉം. വോൾട്ടേജ് ആണെങ്കിൽ VRMS, കറണ്ട് ആണെങ്കിൽ IRMS. ഇനി VRMS കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. VRMS എന്ന് പറഞ്ഞാൽ VM/√2. അപ്പോൾ 1/√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? VM/√2 ആണ്. 1/√2 എന്ന് പറഞ്ഞാൽ 1/√2 √2 എന്ന് പറഞ്ഞാൽ 1.41 ആണ്. അപ്പോൾ 1/1.41 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. അപ്പോൾ VM/√2 എന്ന് പറഞ്ഞാൽ 1/√2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.707 ആണ്. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ 0.707 ഇൻറ്റു VM. VM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ ആണ്. VRMS എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് വാല്യൂ ആണ്. VM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ, ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ
VRMS. ഇപ്പോൾ മാക്സിമം വാല്യൂ 260 ഒക്കെ വരും, പക്ഷെ ഇഫക്റ്റീവ് വാല്യൂ എത്ര വരും? 260 ഗുണം 0.707. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ അറിയാം. VM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. ഇഫക്റ്റീവ് വാല്യൂ ആയ VRMS കാണണമെങ്കിൽ VRMS ഈസ് ഈക്വൽ ടു VM/√2, അതായത് 0.707 into VM. ഓക്കെ, അതേപോലെ കറണ്ടിന്റെ കേസിലാണെങ്കിൽ RMS വാല്യൂ സൂചിപ്പിക്കുന്നത് IRMS കൊണ്ടാണ്. IRMS എന്ന് പറഞ്ഞാൽ Im/√2. ഓക്കെ, നമുക്കറിയാം 1/√2 എന്ന് പറഞ്ഞാൽ 0.707 ആണ് ഇൻറ്റു IM. IRMS എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഇഫക്റ്റീവ് വാല്യൂ. ഈസ് ഈക്വൽ ടു 0.707 ഇൻറ്റു IM എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, ഇപ്പോൾ കറണ്ട് ആണെങ്കിൽ നമ്മൾ IRMS ഈസ് ഈക്വൽ ടു Im/√2 ഈസ് ഈക്വൽ ടു 0.707 ഇൻറ്റു IM. ഇത് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം VRMS എന്ന് പറഞ്ഞാൽ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ഇഫക്റ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അത് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 0.707 ഇൻറ്റു VM. VM എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ. വോൾട്ടേജ് മാക്സിമം വാല്യൂ 260 ഒക്കെ വന്നാലും അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ RMS വാല്യൂ ആണ്. കാണാനുള്ള ഫോർമുല VM/√2, അതായത് 0.707 ഇൻറ്റു VM. VM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. അതേപോലെ കറണ്ടിന്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ IRMS ആണ്. അത് കാണാനുള്ള ഫോർമുല Im/√2 എന്ന് പറഞ്ഞാൽ 0.707 ഇൻറ്റു IM. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ RMS വാല്യൂ. ഓക്കെ.